ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യടോ. ആരും ലൈക്കും ചെയ്യാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല. ആ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥ നമ്മുടെ പിലാപ്പി കിട്ടി മീൻ. പിന്നെ ഞങ്ങളിതിന് പറയൽ പാവപ്പെട്ട ഒരു കരിമീനെന്നോ. നമുക്കങ്ങനെ പറയുമല്ലോ. കരിമീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിലാപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സംഭവം കരിമീൻ അല്ലെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള മീൻ തന്നെ ഈ പിലാപ്പി. കരിമീനിൻ്റെ ഒരു വകയിലൊരു കുടുംബക്കാരായിട്ടൊക്കെ പറയാം. പിന്നെ ഇത് നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് സിയാദുക്കാക്ക കൊണ്ടുവരുന്നത് കൊണ്ട് എപ്പോഴും പൊരിക്കാറാണ്. പക്ഷേ ഇന്ന് നമുക്ക് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വേഗം പിലാപ്പി വേഗം വൃത്തിയാക്കി. പിന്നെ ഇത് മുറിക്കുന്നതാണ് ഒരു ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ. ഒന്നുകിൽ നല്ല മൂർച്ചയുള്ള കത്രിക, അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഒരു ജാറെടുത്തിട്ട് നേരെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ജീരകവും മുളക് പൊടിയും ചീരാമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കുഞ്ഞി തക്കാളിൻ്റെ കഷ്ണവും പിന്നെ നമ്മൾ കുറച്ച് തൈരും പുതിനയിലയും മല്ലിയിലല്ല, അതിന് പകരം കരിവേപ്പില, മല്ലിയിലയും കൂടി ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പിട്ട് ആവശ്യത്തിനൊന്ന് അടിച്ചെടുത്തിട്ടാണ് ഈ പേസ്റ്റ് രൂപത്തിലിട്ട് ഞാനൊരു ചട്ടിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മീനിലേക്ക് പുരട്ടി വെച്ച്. പിന്നെ ഇത് പുഴയിലെ മീനായതുകൊണ്ട് നന്നായിട്ട് കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ ആ ഒരു കുത്തലുണ്ടല്ലോ, അതുണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മീനൊക്കെ നന്നായിട്ട് എല്ലാ മീനിൻ്റെ ഉള്ളിലും പുറത്തും വരങ്ങട്ടോടെയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി മീൻ പിടിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂറൊന്ന് മീനിൻ്റെ ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ. നമ്മൾ അടിപൊളി മസാല ഒക്കെ സെറ്റാക്കിയതാണല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ച് അപ്പോഴൊക്കെ ഉള്ളിയും ഒരു തക്കാളിയും 2 പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ്. പച്ചമുളക് അരിയാൻ മറന്നു പോയിന് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ താളിക്കുമ്പോഴാണ് പച്ചമുളക് അരിഞ്ഞത്. പിന്നെ വേഗം ഒരു പാൻ ചൂടാക്കി നേരെ പിലാപ്പി അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചും കൂടി പെരിഞ്ചീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഉള്ളിയും ഉപ്പും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റാൻ വെച്ച് നന്നായിട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇത് ഞാൻ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു പിലാപ്പി കിട്ടപ്പോൾ ഒരു കൊല്ലം മുന്നേയൊക്കെ ഞാനിങ്ങനെ ചെയ്തിന് കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം പിലാപ്പി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യാറില്ല. ഒരു മൂഡ് വരുന്നു ഇതൊക്കെ ചെയ്യാൻ. പെട്ടെന്നൊന്നും ആ മൂഡ് വരില്ല, പക്ഷെ പെട്ടെന്ന് വന്നാലോ ചെയ്തുമ്പോൾ. ഇന്നിപ്പോൾ ഇത് തരുമ്പോഴേ ചോദിച്ചത് പൊള്ളിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നൊരു ഡയലോഗ് അപ്പുറത്തൊന്നും സിയാദ് കാക്കൻ്റെ അടുത്തൊന്നും കേട്ടപ്പോൾ എന്തായാലും ഒന്ന് പൊള്ളിച്ച് കൊടുക്കാം. പിന്നെ താത്തൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട്, അവർക്കും കൊടുക്കല്ലോ, ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ അവർക്കും കൂടി ആവാം. അപ്പോൾ ഉള്ളി വാടിയതിൻ്റെ ശേഷം വേഗം തക്കാളി ഇട്ട് കരിവേപ്പിലിട്ട് പുതിനയിലിട്ട് മല്ലിയിലും കൂടി നമുക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവണേ. സംഭവം മല്ലിയിലല്ല, പിന്നെ ഇനിയിപ്പോൾ അത് വാങ്ങാൻ പോകാൻ കഴിയില്ല. അങ്ങനെ അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു മസാലപ്പൊടിയോടും ഇല്ല, ഞാനിവിടെ മസാല തേക്കാൻ വേണ്ടി അരച്ച് വെച്ചതുണ്ടല്ലോ, ആ ഒരു മസാലക്കൂട്ട് തന്നെ ആവശ്യത്തിന്, കൂടുതലും ഇല്ല കുറവും ഇല്ലാത്ത ലെവലിൽ ആവശ്യത്തിന് ആ മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഈ മീനൊന്ന് ഫ്രൈ ആക്കിയതിൻ്റെ കുറച്ച് എണ്ണ എടുത്തിട്ട് അതും ഈ ഉള്ളി വാട്ടിയിലേക്കും ഈ മസാലക്കൂട്ടിലേക്കും ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, വളരെ മിതമായ നിരക്കിൽ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ലെവലിൽ പോയിക്കോട്ടെ വിചാരിച്ച്. അങ്ങനെ അതും ഇട്ട് അതവിടെ മാറ്റി വെക്കുമ്പോഴത്തേനിതാ നമ്മുടെ മീനുകളൊക്കെ കോരിയെടുത്ത് അടുത്ത ലെയറും കൂടി ഇട്ട് പിന്നെ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ കൊടുത്ത് അതും ഈ ഗ്രേവിയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ സെറ്റായിട്ടോ. അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ എടുത്ത് വാട്ടി കുഞ്ഞി കുഞ്ഞി വാഴൻ്റെ ഇലയാക്കി വാട്ടി ആദ്യം കുറച്ച് മസാല ഗ്രേവി വെച്ച് പിന്നെ നേരെ നമ്മളെ പിലാപ്പി എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഗ്രേവി വെച്ച്. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം എങ്ങനെ മീൻ പൊള്ളിക്കലും എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലോ. എന്നാലും ഞാനൊന്ന് പറയുകയാണെങ്കിൽ ഞാനിന്ന് ചെയ്തതാണ് പറയുന്നത്. പിന്നെ നമ്മൾ വാഴൻ്റെ ഇല മടക്കി കെട്ടി അങ്ങനെ എല്ലാം ഒരു 6 എണ്ണം അങ്ങനെ സെറ്റാക്കി. 6 എണ്ണം സെറ്റാക്കിയതിന് ശേഷം നേരെ ഒരു പാന് ചൂടാക്കി കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നേരെ പൊള്ളിക്കാൻ വേണ്ടി വെച്ച്. ഇത് ചോറിന് കൂട്ടിനെക്കാട്ടി നല്ലത് നല്ല കണ്ണച്ച് പത്തിരം നെയ്സ് പത്തിരയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മീൻ പൊള്ളിച്ചത്. ചോറിനേക്കാളും എനിക്ക് തോന്നുന്നത് അതിനാണ് ഇത് ഭയങ്കര ഇഷ്ടമെന്ന്. ഇവിടെ പിന്നെ മക്കൾക്കും എനിക്കും സേദക്കാക്കും ഒരുപോലെ ഇഷ്ടമുള്ള മീനാണിത്. ഇമ്മ കഴിക്കില്ല, അമ്മക്ക് വലിയ താല്പര്യമില്ല. പൊതുവേ ഒരു മീനുകളോടും അങ്ങനെ വലിയ വലിയ മീനുകളോടൊന്നും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് നാലാക്കും അങ്ങനെ മീൻ ഇന്നതെന്നൊന്നുമില്ല. എല്ലാ മീനും എന്താ പറയുക ഡീസലും പെട്രോളും പോകുമെന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ അതൊക്കെ പൊള്ളിച്ചങ്ങോട്ട് സെറ്റായി. പിന്നെ ചോറ്
ചോറിന് വേണ്ടിയാണ് സിയാദ്ക്ക് സർപ്രൈസാക്കി. ഞാനിത് ഉണ്ടാക്കുന്നൊന്നും സിയാദ് കാക്കനോട് പറഞ്ഞിട്ടില്ല. നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പൊള്ളിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്ന്. അങ്ങനെ ചോറ് വിളമ്പി നല്ല വെള്ള മോരുകറി ഉണ്ടായിരുന്നു. അത് ഒഴിച്ചതാ ഇതൊന്നും എടുത്ത് തുറന്നപ്പോൾ തന്നെ നല്ല ഒരു വാട്ടിയ വായൻ്റെലയും പൊള്ളിച്ചതിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കിട്ടില്ല, മക്കൾ തന്നെ എല്ലാവരും കഴിച്ച് തീർത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.